നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. Okay. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്ദോഗ്യ ഉപനിഷത്ത് തുടരുകയാണ്. 3-ാം അധ്യായത്തിലെ 12-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും ചിഹ്നമായി ഗായത്രി ഛന്ദസ്. ആദ്യത്തെ ശ്ലോകം. ഗായത്രി വാ ഇദം സർവം ഭൂതം യദിദം കിഞ്ച വാഗ്വൈ ഗായത്രി വാഗ്വാ ഇദം സർവഭൂതം ഗായതി ച ത്രായതേ ച. ശരിക്കും ഗായത്രി ഛന്ദസ് എന്തെല്ലാം ഇവിടെ ഉണ്ടോ അതെല്ലാമാണ്. ഗായത്രിയാണ് വാക്ക്. ശരിക്കും വാക്ക് ഗായത്രിയെ പറ്റി പാടുകയും ഇവിടെ ഉള്ളതിനെയെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുന്നു. 2-ാമത്തെ ശ്ലോകം. യാ വൈ സാ ഗായത്രി യം വാവസാ യേയം പൃഥിവ്യസ്യാം ഹിതം സർവം ഭൂതം പ്രതിഷ്ഠിതമേതാമേവ നാദിശീയതേ. ശരിക്കും ഗായത്രി എന്താണോ അത് തന്നെയാണ് ഈ ഭൂമി. കാരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതെല്ലാം അതിൽ ആണ്. അതിനപ്പുറം അത് പോകുന്നില്ല. 3-ാമത്തത്. യാ വൈ സാ പൃഥിവി യം വാവസാ യദിദമസ്മി പുരുഷേ ശരീരമസ്മി ഹിമേ പ്രാണാ പ്രതിഷ്ഠിത ഏതദേവ നാദിശീയന്തേ. ശരിക്കും എന്താണ് ഈ ഭൂമി? അത് തന്നെയാണ് മനുഷ്യ ശരീരം. അതിലാണ് പ്രാണന്മാർ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അവ അതിനപ്പുറം പോകുന്നില്ല. 4-ാമത്തെ ശ്ലോകം. യദ്വൈ തത് പുരുഷേ ശരീരമിതം വാവ തദ്യത് ഇതമസ്മിന്നത അന്തഃ പുരുഷേ ഹൃദയസ്മിൻ ഹീമേ പ്രാണാഹ പ്രതിഷ്ഠിത ഏതദേവ നാദിശീയന്തേ. ശരിക്കും എന്താണോ മനുഷ്യ ശരീരം അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഹൃദയം പോലെയാണ്. അവിടെയാണ് ഈ പ്രാണന്മാർ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അവ അതിനപ്പുറം പോകുന്നില്ല. 5-ാമത്തത്. സൈഷ ചതുഷ്പദ ഷഡ്വിധ ഗായത്രി തദേതത്
രജാഭ്യനുക്തം. ഇതാണ് 4 വരിയുള്ള 6 മടങ്ങുള്ള ഗായത്രി. ഇതേക്കുറിച്ച് ഋഗ്വേദം പറയുന്നു. 6-ാമത്തെ ശ്ലോകം. താവനസ്യ മഹിമാ തമോജായശ്ച പുരുഷ പൂരുഷ പാദോസ്യ സർവഭൂതാനി ത്രിപാദസ്യാമൃതം ദിവീതി. അദ്ദേഹത്തിന്റെ മഹത്വം അത്രയുണ്ട്, എങ്കിലും പുരുഷൻ അതിലും മഹാനാണ്. എല്ലാ വ്യക്തികളിലും അദ്ദേഹത്തിന്റെ കാൽ ഭാഗത്തിൽ നിന്നാണ് വരുന്നത്. 7-ാമത്തത്. യദ്വൈ തദ് ബ്രഹ്മേതീതം വാവ ബഹിർധ പുരുഷാദാകാശോ യാ വൈ സ ബഹിർധ പുരുഷാദാകാശ. ശരിക്കും അതാണ് ബ്രഹ്മം. അത് വ്യക്തിയുടെ പുറത്തുള്ള ആകാശമാണ്. 8-ാമത്തത്. അയം വാവ സ യോയമന്തഃ പുരുഷ ആകാശോ യോ വൈ സോന്തഃ പുരുഷ ആകാശ. ആ ആകാശം തന്നെയാണ് വ്യക്തിയുടെ ഉള്ളിലുള്ള ആകാശവും. 9-ാമത്തത്. അയം വാവ സ യോയം അന്തർഹൃദയ ആകാശസ്തേതത് പൂർണ്ണം അപ്രവൃത്തി അനിം ശ്രിയം ലഭതേ ഏവം വേദ. അതുതന്നെയാണ് ഹൃദയത്തിലുള്ള ആകാശവും. അത് പൂർണ്ണമാണ്, അചലമാണ്. ഇത് അറിയുന്നവൻ ആ അചല സത്യത്തെ നേടുന്നു. അപ്പോൾ പ്രപഞ്ചം എന്ന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ സോളാർ സിസ്റ്റം എന്നാണ് നമ്മൾ യൂഷ്വലി പരാമർശിക്കുന്നത്. അതിനപ്പുറം നമ്മൾ കേട്ടുകേൾവിയുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇൻവോൾവ്മെന്റ് ഏറ്റവും മാക്സിമം ഈ സോളാർ സിസ്റ്റത്തിനാണ്, സൗരയൂഥം. ഇതിനപ്പുറം മനുഷ്യൻ സഞ്ചരിക്കുമോ അറിയില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ മനുഷ്യന് പൂർണ്ണമായിട്ട് സഞ്ചരിക്കാൻ സാധിച്ചില്ല. കാരണം അത്രയും സമയം നമുക്കുണ്ടാവില്ല ഈ ജീവിതത്തിൽ. അപ്പൊ ഈ സൗരയൂഥം മുഴുവൻ ഉണ്ടായത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്ന്. സയൻസും അത് തന്നെയാണ് പറയുന്നത്. പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ് എന്ന് ഉണ്ടായിട്ടുള്ള നക്ഷത്രങ്ങൾ, ക്രമേണ അതിൽ നിന്നും പ്ലാനറ്റ്സ് ഉണ്ടായി. അപ്പൊ നമ്മളുടെ ഈ ഗ്രഹങ്ങളെല്ലാം ഈ സൂര്യന്റെ അതേ രൂപത്തിലാണ് ഉണ്ടായത്. ഭൂമിയും സൂര്യനിൽ നിന്ന് തന്നെ ഉണ്ടായത്. അപ്പൊ ഇവിടെയുള്ള അതേ മെറ്റീരിയൽ തന്നെയാണ് സൂര്യനിലുള്ളത്. സൂര്യനിൽ അത് കുറച്ചുകൂടി എനർജൈസ്ഡ് ആണ് മാത്രം, എനർജറ്റിക് ലെവലാണ്. ഇവിടെ എത്തുമ്പോഴേക്കും അത് മാറ്ററായി. അപ്പോൾ ഭൂമി സൂര്യനിൽ നിന്നാണ് ഉണ്ടായത്. ഭൂമിക്ക് ആവശ്യമുള്ളതാണ് സൂര്യനിൽ നിന്നാണ് വരുന്നത്. ഇപ്പോഴും ഭൂമി പൂർണ്ണമായിട്ട് സൂര്യനിൽ ഡിപ്പെൻഡന്റ് ആണ്. ഭൂമിയിലുള്ള ജീവജാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഭൂമിയിലുള്ള അതേ മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടായത്. പുറത്തുനിന്നുള്ള മെറ്റീരിയൽ ഒന്നുമില്ല. ശരീരം, ചെടിയായാലും മരമായാലും മനുഷ്യനായാലും എല്ലാം ഉണ്ടായത് നോൺ ലിവിങ് അവസ്ഥ എന്ന് പറയുന്നത് അതൊക്കെ ഈ ഭൂമിയിൽ നിന്ന്. അപ്പൊ സൂര്യനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. പഞ്ചഭൂതങ്ങള്, അതിനുശേഷം പഞ്ചേന്ദ്രിയങ്ങള്, ശരീരം ഒക്കെ ഉണ്ടായത് അവിടുന്ന് തന്നെയാണ്. അപ്പൊ ഈ ഭൂമിയെ നിലനിർത്തുന്നത് സൂര്യനാണ്. നമുക്ക് സിമ്പിളായി ചിന്തിച്ചാൽ അറിയാം, സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമി ഇല്ല, ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാവില്ല. സൗരോർജം എന്ന് പറയും. അതേ സൗരോർജമാണ് നമ്മളെയും ചലിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്ന പ്രാണൻ സൂര്യനിൽ പ്രവർത്തിക്കുന്ന അതേ പ്രാണനാണ്. പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ട് പ്രാണനാണ്. പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ടുള്ള അതേ എനർജി തന്നെയാണ് ഈ ചരാചരങ്ങൾ ഉള്ളിലുള്ളത്. സയൻസും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യത്യാസവും പല പേരുകളും പറയുന്നു. ന്യൂക്ലിയർ എനർജി, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, ഗ്രാവിറ്റേഷൻ എനർജി, പല രീതിയിലും പറയുന്നു. പക്ഷെ എനർജി എല്ലാം ഒന്ന് തന്നെയാണ്, പല രീതിയിലാവുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എന്താണ്? ഒരു എനർജി വേറെ എനർജിയാണ്, പക്ഷെ ടോട്ടൽ എനർജി സെയിം ആണ്. അപ്പൊ ശരിക്കും ഒരു എനർജി തന്നെയേ ഉള്ളൂ, പല രൂപത്തിൽ അത് കാണുന്നു. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുമ്പോൾ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നു. നമ്മുടെ വീട്ടിൽ അത് ചെറിയ ബൾബ് കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ആയി മാറുന്നു ട്രാൻസ്ഫോമർ കാരണം. പക്ഷെ വരുന്നത് ഒറിജിനൽ ഇലക്ട്രിസിറ്റിയാണ്. ആ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് എവിടുന്നാണ്? ഊർജ്ജത്തുനിന്ന്, സൂര്യനിൽ നിന്ന്. സൂര്യൻ എന്നല്ലാതെ ഒരു എനർജിയും ഇല്ല. അത് നമുക്ക് ഇലക്ട്രിക് എനർജി ആയാലും ഗ്രാവിറ്റേഷൻ എനർജി ആയാലും എല്ലാം അത് തന്നെയാണ്. അപ്പൊ എനർജിയുടെ സോഴ്സ് സൂര്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഗായത്രി മന്ത്രം നമ്മൾ സാധാരണ മനസ്സിലാക്കി. ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്റെ ബുദ്ധിയെ അങ്ങ് എങ്ങനെ പ്രകാശിക്കുന്നു അതുപോലെ തന്നെ പ്രകാശിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സൂര്യൻ ഉള്ളിൽ നിന്നും പ്രകാശിക്കും. സൂര്യൻ ആരും ലൈറ്റ് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. സൂര്യന് സ്വിച്ച് ഓൺ ചെയ്ത സൂര്യൻ തന്നെ പ്രകാശിക്കും. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്നും
ബുദ്ധി പ്രകാശിക്കുന്നു, നമ്മുടെ ശരീരം ചലിപ്പിക്കുന്നു. നമുക്ക് ആരും രാവിലെ കണക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും പോയി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് എനർജി വരികയാണ്, പ്രവർത്തിക്കുകയാണ്. ഏത് എനർജി? സൂര്യൻ എന്നത് അതേ എനർജി തന്നെ, വ്യത്യാസമില്ല. അപ്പൊ ആ എനർജി തന്നെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എവിടെ നിന്നാ പ്രവർത്തിക്കുക? അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം, നമ്മുടെ സെന്റർ ഓഫ് എക്സിസ്റ്റൻസ് നമ്മുടെ ഹാർട്ടാണ്. അപ്പൊ ഫിസിക്കലായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ. നമ്മൾ അതിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സൈനോഐറ്റിൽ നോടിന് ഇങ്ങനെ പൾസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് അവിടെ നിന്ന് വരുന്നത് നമുക്കറിയില്ല. അത് നിന്നാൽ മരിച്ചു. അപ്പൊ അത് ചലിപ്പിക്കുന്ന ആ എനർജി, ഹൃദയം ചലിപ്പിക്കുന്ന ആ എനർജി, അതും അതേ എനർജി തന്നെയാണ്. അതുകൊണ്ടാണ് ഹൃദയമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഗായത്രി പറ്റി ചിന്തിക്കുമ്പോൾ അത് വെറും വാക്കുകളല്ല, ആ വാക്കുകളിൽ കുടുങ്ങിപ്പോയത്. സൂര്യനെ പ്രകീർത്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ എനർജിയെ മനസ്സിലാക്കുക, തിരിച്ചറിയാണ്, എനർജി സ്രോതസ്സിനെ പറ്റി കണക്റ്റഡ് ആവുക. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറയുന്നത് നമ്മൾ എന്ത് മന്ത്രം ചെല്ലുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം നമ്മളെ അത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നു. ഏത് വാക്കായാലും, ഇപ്പൊ സുനിൽ എന്നുള്ള എൻ്റെ പേര് പറഞ്ഞാലും അതേക്കുറിച്ച് ധ്യാനിച്ചാലും ക്രമേണ 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 വാക്കിൽ നിന്നും അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥത്തിലേക്ക്. സുനിൽ ടെമ്പററിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സോള്, ജീവൻ അനന്തമാണ്. പല പേരുകളിൽ എക്സ്പ്രസ്ഡ് ആവുന്നു. സൂര്യനായിട്ട് എക്സ്പ്രസ്ഡ് ആവുന്നു, പ്ലാനറ്റ്സ് ആയിട്ട് എക്സ്പ്രസ്ഡ് ആവുന്നു, ശരീരമായിട്ട് എക്സ്പ്രസ്ഡ് ആവുന്നു, ശരീരത്തിലെ ഹൃദയത്തിലൂടെ അത് എക്സ്പ്രസ്ഡ് ആവുന്നു. ഈ എക്സ്പ്രസ്ഡ് ആവുന്ന ഈ എനർജി അത് എവിടെ നിന്ന് വരുന്നു? അതാണ് ഇവർ ആകാശം എന്നത്. അപ്പൊ സയൻസിന്റെ ബേസിലേക്ക് ശാന്തമൊക്കെ ഉദ്ദേശിച്ചത് വളരെ വളരെ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. സ്പേസ്, ആകാശം, നമ്മളെ ചുറ്റും കാണുന്ന ആ ആകാശം ഇത് തന്നെയാണ്, എനർജിയുടെ ആ സ്രോതസ് തന്നെയാണ്. നമ്മൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എനർജി ഇല്ലാതെ വെറുതെ ശൂന്യാവസ്ഥ എന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പൊ സയൻസ് തന്നെ അത് മാറ്റിയിരിക്കും. രണ്ട് പ്ലാനറ്റ്സ്, ഒരു പ്ലാനറ്റും ഒരു നക്ഷത്രവും തമ്മിലുള്ള സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എനർജി ഫ്ലോ ഉണ്ട്, പ്രാണനുണ്ട്. അത് മാറ്ററായിട്ട് മാറാം എപ്പോ ആണെങ്കിലും. അതൊന്നും മാറ്റർ പ്രത്യക്ഷപ്പെടാം, മാറ്റർ ഇല്ലാണ്ടാവും. പ്ലാനറ്റ്സ് അതിന്റെ ഗ്രോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നക്ഷത്രം അതിന്റെ ഗ്രോസ് ആയിട്ടുള്ള ചില ഭാഗങ്ങളാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വെള്ളം ചില സ്ഥലത്ത് കട്ടിയായിട്ട് ഐസായിട്ടിരിക്കും, ചിലത് ആവിയായിട്ട് പോകും, എല്ലാം വെള്ളം തന്നെ. അതുപോലെ ഈ പ്രാണൻ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ പ്രാണന്റെ അടിസ്ഥാനം, അതിന്റെ അടിസ്ഥാനമാണ് സ്പേസ്. സ്പേസ് ആണ് സത്യം. ആ സ്പേസ് നമ്മൾ പുറത്ത് കാണുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ശരിക്കും ഞാനും ആ സ്പേസിന്റെ ഭാഗമാണ്. രണ്ട് വ്യത്യാസമില്ല. ചിതാകാശം എന്നൊക്കെ പറയും, നമ്മുടെ ഉള്ളിലുള്ള ആ കോൺഷ്യസ്നസ് അതേ സ്പേസിന്റെ പ്രതീകമാണ്. എക്സ്പ്രസ്ഡ് ആയിരിക്കും, എൻ്റെ ഈ ശരീരത്തിലൂടെ എക്സ്പ്രസ്ഡ് ആയിരിക്കുന്നു. എന്നിട്ട് ഈ എക്സ്പ്രസ്ഡ് ആയിട്ട് ശരീരം പുറമേ ദർശിക്കുന്നു, സ്പേസിനെ ദർശിക്കുന്നു, അവിടെ പ്രവർത്തിക്കുന്നു. എന്തിനാണ്? സ്വയം അത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആ പൂർണ്ണതയെ തന്നെയാണ് മനസ്സിലാക്കുക. ആ പൂർണ്ണത യഥാർത്ഥം അത് തന്നെയാണ്. ഈ രണ്ടും നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ധ്യാനത്തിലൂടെ. നമ്മൾ ഗായത്രി മന്ത്രമോ ഏത് മന്ത്രം വെറുതെ ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യം. അതിന്റെ ഡീപ്പായിട്ട് വൈബ്രേഷൻ ഡസ് വൈബ്രേഷൻ, അങ്ങനെ പോകുമ്പോൾ അതിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് എത്തും. സഹജമാർഗത്തിലും നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് അതാണ്, ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ വേർഡ്സ്. പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അതിന്റെ അടിയിലുള്ള ആ ഫീലിംഗിലേക്കും പിന്നെ അതിന്റെ ഉള്ളിലുള്ള ശരിക്കുള്ള ആ മാസ്റ്ററിലേക്കും അബ്സല്യൂട്ടിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവും. ഇതാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്. ചാന്തോക്യ ഉപനിഷത്ത് സയൻസിന്റെ ഏറ്റവും ഉയർന്ന സിദ്ധാന്തങ്ങളെ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.